ആമീൻ. അപ്പോൾ ഞാൻ പ്രാരംഭമായിട്ട് പറയാൻ തുടങ്ങിയതുപോലെ ഞാനൊരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ഈ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷന് തൊട്ട് പടിഞ്ഞാറാണ് എൻ്റെ വീട്. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷന് പടിഞ്ഞാറോട്ട് വരുമ്പോൾ KSEB ഓഫീസുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസ്, വൈദ്യുതി ഭവനം കഴിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ആദ്യത്തെ വീട് എൻ്റെ വീട്. നിങ്ങൾ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഉണ്ട്. അവിടെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാനൊരു മനസ്സിൻ്റെ ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റ്, മാനസികാരോഗ്യ വിദഗ്ധൻ എന്നൊക്കെ ഞങ്ങൾ പറയും. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 25 വർഷമായി, ഒരു 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഞാൻ സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത്. ഞാനൊരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചെന്ന് പറയുമ്പോൾ അതൊരു ജസ്റ്റ് ഒരു നെയിംസേക്ക് ഒരു ഹൈന്ദവ കുടുംബമല്ലായിരുന്നു, മറിച്ച് വല്ലാത്ത ഒരുപാട് അമ്പലവിശ്വാസവും വിഗ്രഹാരാധനയും അതുപോലുള്ള വലിയ ഭക്തിമാർഗം അതുപോലെയൊക്കെയുള്ള വലിയ ആ ഒരു തരത്തിലുള്ള ഒരു ഹൈന്ദവ പശ്ചാത്തലമായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂൾ കാലത്ത് ഞാൻ ഈ കരുനാഗപ്പള്ളി തന്നെ ജനിച്ച് വളർന്ന മനുഷ്യനാണ്. എൻ്റെ അമ്മയുടെ വീടാണ് ഇവിടെ കരുനാഗപ്പള്ളിയിൽ, അച്ഛൻ്റെ വീടങ്ങ് എറണാകുളം ജില്ലയിലുള്ള മൂവാറ്റുപുഴയിലാണ്. എന്നാലും വീട് വെച്ച് ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് ഇവിടെ കരുനാഗപ്പള്ളിയിലായതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ജനിച്ച് വളർന്നിരുന്ന എൻ്റെ ബാല്യകാലത്ത് കുറച്ച് ആശാങ്കളരി പ്രീ പ്രൈമറി 1ാം ക്ലാസ്സൊക്കെ ഞാനങ്ങ് മൂവാറ്റുപുഴയിലായിരുന്നു. മൂവാറ്റുപുഴയിലെ അവിടെ നിർമ്മല ജൂനിയർ സ്കൂളിലൊക്കെയാണ് പഠിച്ചത്, ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ പഠിച്ച്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ 2ാം ക്ലാസ്, എൻ്റെ 2ാം ക്ലാസ്സിൻ്റെ ആ സമയമായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ കരുനാഗപ്പള്ളി വന്ന് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം കോവിൽത്തോട്ടം ചവറ ലൂർദ് മാതാ സ്കൂളിലാണ് ഞാൻ 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത്. ഞാൻ കർത്താവിലേക്ക് വന്നത് 10ാം ക്ലാസ്സും കഴിഞ്ഞ് സെക്കൻഡ് പ്രീ ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയത്താണ് ഈ യേശുവിനെ ഞാൻ എൻ്റെ ജീവിത വഴിയിൽ കർത്താവിനെ കണ്ടുമുട്ടാനിടയായത്, കർത്താവിനെ തേടി വന്ന് കണ്ടുപിടിക്കാനിടയായത്. അതിനുള്ളൊരു പശ്ചാത്തലം എന്ന് പറയുവാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൊച്ചുനാൾ മുതലേ ദൈവത്തെ അന്വേഷിക്കാനുള്ളൊരു ഹൃദയം, ഒരു സത്യത്തെ അന്വേഷിക്കാനുള്ളൊരു ആത്യന്തികമായിട്ടുള്ളൊരു സത്യത്തെ അന്വേഷിക്കാനുള്ളൊരു ഹൃദയം തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ 3ാം ക്ലാസ് മുതലൊക്കെ ഉള്ള ആ സമയത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ കുറച്ചുകൂടെ ഒരു നല്ല പാതയിലേക്ക് വരണം. ഞാൻ അപ്പോൾ ഹൈന്ദവ മാർഗത്തിൽ തന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം സാധാരണ ബാലരമയും പൂമ്പാറ്റയൊക്കെ വായിച്ച് നടക്കുന്ന സമയം, അന്ന് ഞാനും ബാലരമയും പൂമ്പാറ്റയൊക്കെ വായിക്കുമായിരുന്നു. എന്നാൽ അതിൻ്റെ കൂടെ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി, വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭഗവത്ഗീതയുടെ ട്രാൻസ്ലേഷനും കാര്യങ്ങളും അതൊക്കെ ധ്യാനിക്കാനും, വിവേകാനന്ദൻ്റെ ടീച്ചിങ്സ്, അമൃതാനന്ദമയി ഭക്തി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഞാൻ അവിടെ ഈ ചവറ ലൂർദ് മാതാ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ കരുനാഗപ്പള്ളി സ്റ്റാൻഡിൽ നിന്ന് അന്നൊരു കോവിൽത്തോട്ടം ഒരു ഓർഡിനറി ബസ്സുണ്ട് ഞങ്ങളുടെ ഈ ഇവിടുന്ന് ഒരുപാട് പിള്ളേർ അന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പം നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരുടെ പലരും അവരുടെ മക്കളോ ഒക്കെ അങ്ങനെ ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചവരായിരിക്കും. പിന്നീടാണ് ഈ കാലയളവിലാണല്ലോ ഇവിടെയൊക്കെ ഒത്തിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസൊക്കെ വന്നത്. അന്ന് ആ സമയത്തൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്ന് പറഞ്ഞ ഒരു പേരുകേട്ട സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചേരാനിടയാവുന്നത്. അപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ സ്കൂളിൽ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ആ വഴി തന്നെ ഏതെങ്കിലും 2 അമ്പലത്തിലെങ്കിലും കയറി ചന്ദനക്കുറിയൊക്കെ തൊട്ട് വളരെ ഭക്തിയോടെ ഞാൻ സ്കൂളിലോട്ട് പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ പടനാരക്കുളങ്ങര മഹാദേവ ക്ഷേത്രം, പിന്നെ കോഴിശ്ശേരി അമ്പലം, തിരൂരമ്പലം, അവിടെ ഏതെങ്കിലുമൊക്കെ കയറി ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഭക്തിമാർഗത്തിൽ അങ്ങനെ വലിയ വലിയ ആരാധനയോടെ വിഗ്രഹങ്ങൾക്ക് മുമ്പാകെ അന്ന് മുട്ടുമടക്കുമ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ വിഗ്രഹങ്ങൾക്ക് മുമ്പാകെ മുട്ടുമടക്കുമ്പോഴും എല്ലാത്തിനും മേലെയുള്ള ഒരു സത്യ ദൈവത്തെ അറിയാനുള്ളൊരു, ആ ദൈവമായിട്ടാണ് ഞാൻ ആശയവിനിമയം ചെയ്യുന്നതെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കാലക്രമേണയാണ് കാര്യങ്ങളെ ദൈവം കൂടുതൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ യേശുവിൻ്റെ വചനങ്ങൾ എന്നെ ഒത്തിരി ആകർഷിക്കുമായിരുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രൻ്റെ അടുക്കിലേക്ക് ആർക്കും വരാൻ സാധിക്കത്തില്ലെന്നുള്ള കാര്യം നമ്മൾ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പം യേശുവിലേക്കുള്ളൊരു ആകർഷണം, കർത്താവിൻ്റെ വാക്കുകളുടെ ആഴം, വളരെ ഏറ്റവും ലളിതമായിട്ടുള്ള വാക്കുകളാണ്, എന്നാൽ ഏറ്റവും ആഴത്തിലുള്ള വാക്കുകളാണ്. നമുക്കറിയാം മത്തായി 11:28 കർത്താവ് എന്താ പറയുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ആ വാക്കുകൾ ഞാൻ എൻ്റെ നുകവേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, ഞാൻ ശാന്തനും വിനീത ഹൃദയമുള്ളവനാകയാൽ എൻ്റെ നുകവേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നൊക്കെയുള്ള ആ വാക്കുകളൊക്കെ
ആ ഒരു യേശുവിലേക്കുള്ള ഒരു ആകർഷണം. ഞാൻ അപ്പോഴും വലിയ ഹൈന്ദവ ഭക്തനും വലിയ ആ കാര്യത്തിലൊക്കെ ഭയങ്കര തീവ്രതയുള്ള ഒരു തീവ്രവാദി എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നാൽ യേശുവിലേക്കുള്ളൊരു ആകർഷണം ക്രിസ്തീയ പാട്ടുകളും ഒക്കെ. പിന്നെ കർത്താവിൻ്റെ ആ വാക്കുകൾ ലൂക്കോസ് 6 അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ കർത്താവ് എന്താ പറയുന്നത്? ഗിരിപ്രഭാഷണത്തിൽ അവിടെ കർത്താവ് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ലൂക്കോസ് 6:27-28 കേൾക്കുന്നവരായ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നു. പിന്നെന്താ? തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാൻ പറയുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറയുന്നു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇങ്ങനൊരു ദൈവം ഞാൻ വായിച്ചിട്ടുള്ള വലിയ തത്വചിന്തകളിലോ മതഗ്രന്ഥങ്ങളിലോ ഒന്നും കാണാത്ത ഒരു ഏറ്റവും ലളിതമാണ്, ആർക്കും മനസ്സിലാവും. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞാൽ അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാൽ അത് ഏറ്റവും ആഴത്തിലുള്ളതാണ്. ഏറ്റവും ലളിതമാണ്, എന്നാൽ ഏറ്റവും ആഴത്തിലുള്ളത്. അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റും? തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ. അപ്പം ആ ഒരു യേശുവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു മാർഗം, ആ ഒരു കാര്യം എനിക്ക് വളരെ ആകർഷണീയമായിട്ട് അന്നേ ഉണ്ടായിരുന്നു. അപ്പം സ്കൂളിലൊക്കെ ഈ കാത്തലിക് സ്കൂളായതുകൊണ്ട് ഈ സ്നേഹസേന എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്രിസ്തീയമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഓരോന്ന് കിട്ടുമ്പോഴൊക്കെ നമ്മൾ ആർത്തിയോടെ അതെല്ലാം വായിക്കുമായിരുന്നു. അത് എല്ലാത്തിൻ്റെയും നന്മ സ്വാംശീകരിക്കണം എന്നുള്ള അർത്ഥത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ 3-ാം ക്ലാസ്സിൽ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. 4-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈവൻ 10-ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷ ഞാനെന്തോ ഈ വലിയ തള്ളു പറയുമല്ലേ, മറിച്ച് എങ്ങനെ അതിൻ്റെ ഒരു സാഹചര്യം പറയുക എന്ന് വെച്ചാൽ 4-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ മോഡൽ പരീക്ഷ വരെ ഞാൻ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ വർഷങ്ങളിൽ എല്ലാ വർഷങ്ങളിലും SSLCക്ക് 15 റാങ്കിൽ ഒരു റാങ്ക് അവിടെ ഫസ്റ്റ് ടോപ്പറായിട്ടുള്ള ആൾക്ക് കിട്ടുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആ വർഷങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ലൂർദ് മാതാ സ്കൂളിൽ ഈവൻ ലൂർദ് മാതാ സ്കൂളിൻ്റെ സ്കൂൾ ആനിവേഴ്സറിയുടെ ചീഫ് ഗസ്റ്റായിട്ടൊരു 2-3 വർഷം മുമ്പ് 2-3 വർഷം മുമ്പ് ഞാൻ വീണ്ടും അവിടേക്ക് കടന്നു പോകാൻ ഇടയായി. എനിക്കൊന്ന് 2022 മറ്റോ ആണെന്ന് തോന്നുന്നു. അവർ അങ്ങനെ 2023 തോന്നുന്നു. ഏതായാലും ഞാൻ അവിടുന്ന് പഠിച്ചിറങ്ങി 25-ാമത്തെ വർഷത്തിലായിരുന്നു. അവിടെ ആ സ്കൂൾ ആനിവേഴ്സറിയുടെ ചീഫ് ഗസ്റ്റായിട്ട് ആ പഠിച്ച സ്കൂളിൽ തന്നെ അലുമിനസ് ആയിട്ടുള്ള എനിക്ക് അവിടെ ചീഫ് ഗസ്റ്റായിട്ട് ചെന്ന് അവിടെ കാണാൻ. അപ്പം ഞാൻ അപ്പോഴും ആ ഹെഡ് മിസ്ട്രസിൻ്റെ റൂമിലുള്ള ആ റാങ്ക് ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുമ്പം എനിക്ക് എൻ്റെ 1998 SSLC പാസ്സാവുന്നത്. അപ്പോൾ SSLCക്ക് ആ 98 മുമ്പേ ഉള്ള വർഷങ്ങളിലും 98 താഴെയുള്ള വർഷങ്ങളിലും എല്ലാം SSLCക്ക് റാങ്ക് ഉണ്ട്. എന്നാൽ ഞാൻ ഈ കർത്താവിലേക്ക് വരുന്നതിന് ഒരു മുഖാന്തരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ദൈവം തന്നെ ഒരു ചെറിയ തകർച്ച, ചെറിയൊരു മുറുക്കത്തിലേക്ക് ദൈവം അനുവദിച്ചു. അപ്പം അതുകൊണ്ട് ശരിക്കും എല്ലാത്തിലും മീതെയുള്ള സത്യ ദൈവത്തിലേക്ക് നോക്കാനും ആ ഒരു കാര്യത്തിലേക്കും ദൈവം എന്നെ നയിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ചെറിയൊരു നമ്മുടെ ഒരു സ്വയജീവൻ, നമ്മുടെ സ്വന്തത്തിൻ്റെ ആ സ്വയത്തിൻ്റെ ഒരു അഹംഭാവത്തിൻ്റെ ഒരു തകർച്ച സംഭവിക്കുക ഒന്ന് ഈ SSLCയുടെ റിസൾട്ടായിരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. എന്നുവെച്ചാൽ SSLCക്ക് അതുപോലെ വലിയ റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എനിക്ക് സ്കൂളിൽ തന്നെ ഞാനൊരു 7-ാമത്തെ സ്ഥാനം കണ്ടായിപ്പോയി. 600-ൽ 580 കൂടുതൽ മാർക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ 550 മാർക്കേ കിട്ടിയുള്ളൂ. റീവാലുവേഷനും മാർക്ക് കൂടിയില്ല. അത് എനിക്ക് ഭയങ്കര ഒരു ഷാറ്ററിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഒരു ഷാറ്ററിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു തകർക്കുന്ന ഒരു അനുഭവം മാതിരിയായിരുന്നു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു നിരാശയും വേദനയൊക്കെ ഉണ്ട്. ആ സമയത്ത് എൻ്റെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ആ കന്യാസ്ത്രീ ആയിട്ടുള്ള സ്റ്റാനിസ്ലോസ് മേരി എന്ന് പറഞ്ഞ സിസ്റ്റർ ഈ ഒരു വർഷത്തിനുള്ളിലാണ് സിസ്റ്റർ, കഴിഞ്ഞ വർഷമാണ് മരിച്ചു പോയത്. ആ സിസ്റ്റർ ആയിരുന്നു ഞാൻ 10-ാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് അവിടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അപ്പോൾ സിസ്റ്റർ എൻ്റെ ഈ റിസൾട്ട് വന്നപ്പോഴത്തേക്കും സിസ്റ്ററിന് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ സിസ്റ്റർ നാഗ്പൂരിലേക്ക് അന്ന് നാഗ്പൂരിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ നാഗ്പൂരിൽ നിന്ന് അന്നൊരു ഇല്ലൻറ്റിൽ ഇന്നത്തെ കുട്ടികളോട് ഇല്ലൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്ന് ചോദിക്കും. അന്ന് നമ്മൾ ഇല്ലൻ്റ് എന്ന് പറയുന്ന ആ ഒരു ലൈറ്റ് ബ്ലൂ ഇല്ലൻറ്റിൽ എന്നെ എൻകറേജ് ചെയ്യാൻ വേണ്ടി സിസ്റ്റർ ഒരു ചെറിയൊരു കത്ത് എഴുതി അയച്ചത് എനിക്ക് ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ കത്തിലെ ഉള്ളടക്കമെല്ലാം ഞാൻ മറന്നുപോയി. പക്ഷേ ആ കത്ത് തുടങ്ങുന്ന ഒരു വാക്യം കൊണ്ടായിരുന്നു. ആ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ യിരെമ്യാവ് 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. എന്താ? ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, ഐ നോ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു, പ്ലാൻസ് ഫോർ വെൽഫെയർ നോട്ട് ഫോർ കലാമിറ്റി, ടു ഗിവ് യു ഫ്യൂച്ചർ ആൻഡ് എ ഹോപ്പ്. ഞാനത് മലയാളത്തിൽ ഇങ്ങനെ വായിക്കാം. നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന വാക്യങ്ങളായിരിക്കും, എങ്കിലും ഞാനത് വായിക്കാം. അത്
എന്നെ ആകർഷിച്ച വചനങ്ങളിൽ ഒരു വചനമായിട്ട്. എന്നാൽ ഞാൻ ആ സമയത്തും വീണ്ടും ജനനത്തിലേക്ക് വന്നില്ല. ആ സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ കുറച്ചുകൂടി 2 വർഷം കൂടെ വേണ്ടി വന്നു ദൈവത്തിന് എന്നിൽ കർത്താവിൻ്റെ ജീവൻ ഉരുവാക്കാനായിട്ട്. അപ്പം രമ്യ 29:11 ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ. മഹാശബ എന്ന് പറയുന്നൊരു എബ്രായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം തോട്ട്, പ്ലാൻ, പേർപ്പസ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പ്ലാൻസ് പദ്ധതികളെന്നോ നിരൂപണങ്ങളെന്നോ ചിന്തകളെന്നോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു എബ്രായ പദമാണ്. അപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെക്കുറിച്ച് പദ്ധതി ഇടുന്ന പദ്ധതികൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ആ വചനമൊക്കെ എനിക്കൊരു ആശ്വാസമായി തീർന്നു. എന്നാലും ഞാൻ ഹൈന്ദവ മാർഗത്തിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഫെസിലിറ്റിക്ക് ഞാനങ്ങ് തിരുവനന്തപുരത്ത് മാർവിനസ് കോളേജിലാണ് ചെന്ന് പഠിക്കുന്നത്. അപ്പം അവിടെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴും അവിടുത്തെ അമ്പലത്തിലേക്ക് പോകുന്നു, വളരെ ഭക്തിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് പ്രീ ഡിഗ്രി ആയിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഗിഡിയൻസിൻ്റെ ഒരു ചുവന്ന ഒരു മലയാളം ബൈബിള്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്, അവിടെ എനിക്ക് സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു BSc സുവോളജിക്ക് അന്ന് പഠിച്ചിരുന്ന ഒരു പോളിയോ ബാധിതനായിരുന്ന ജോണി എന്ന് പറഞ്ഞൊരു ചേട്ടന് ഈ ഒരു ബൈബിൾ ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബുക്ക്, അപ്പോൾ എത്ര രൂപയാണ് ചേട്ടാ? അപ്പം പറഞ്ഞാൽ അത് ഫ്രീയാണ്, വായിക്കാൻ വെച്ചു. അപ്പം ഞാനത് അവിടെയും മാർവിൻസ് കോളേജിൽ ചെന്നും അവിടെയും ക്ലാസ് ഫസ്റ്റും പിന്നെ അവിടുത്തെ ക്ലാസ് ലീഡറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഒത്തിരി ഒരു സർവ്വസമ്മതനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയോ അപ്പോൾ എന്തായാലും ആ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഗുരുരാ ചെറിയ അക്ഷരങ്ങളുള്ള മലയാളമെങ്കിലും ഞാനത് വല്ലപ്പോഴൊക്കെ വായിച്ചു അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന അപ്പോഴും ഞാൻ എൻ്റെ ഹൈന്ദവ ഭക്തിയിലൊക്കെ വളരെ തൃപ്തനായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രീ ഡിഗ്രി തുടങ്ങുന്നതിന് മുമ്പായിട്ട് 1999 അവസാനമാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. 1999 ഡിസംബർ മാസമാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. 1999 ജനുവരി മാസം 23-ാം തീയതി ഭാരതത്തെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായി. എന്താ? ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ആ മിഷണറിയെ കൊലപ്പെടുത്തിയ ആ ഒരു വാർത്ത പത്രങ്ങളിൽ വന്ന ദിനമായിരുന്നു. ഞാൻ ഓർക്കുന്നു. ഞാൻ അപ്പോഴും ഒരു ഹൈന്ദവൻ തന്നെ ആയിരുന്നു. എന്നാൽ ആ ഒരു വാർത്ത ഞങ്ങളുടെ വീട്ടിൽ മാതൃഭൂമി പത്രം വരുത്തുന്നത്. അപ്പം മാതൃഭൂമി പത്രം തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് യേശുവിനായിട്ട് വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അവരെ ചുട്ടരിച്ച് കൊന്നതായിട്ടുള്ള ഒരു വാർത്ത. എന്നാൽ അതിൻ്റെ ഒരു ചെറിയ കോളത്തിൽ ഇങ്ങനെ പത്രത്തിനകത്തുണ്ടായിരുന്നു, ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്ന ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ പത്രക്കാർ ചോദിച്ചപ്പം പറഞ്ഞൊരു വാർത്ത. എന്താ, നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എൻ്റെ ഘാതകരോട് ഞാൻ ക്ഷമിക്കുന്നു, യേശുക്രിസ്തു എന്നോട് അതാ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. എന്നാൽ ആരാണോ എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊന്നത്, ആ സ്ത്രീയെ നമ്മളൊന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ആ സഹോദരി ഒരു മോളും കൂടെ ഉള്ളൂ. ഒരു വിധവയായ സ്ത്രീ ഒരു പെൺകുട്ടിയായിട്ട് ഒരു വിദേശ രാജ്യത്ത് ഒറ്റയ്ക്കായിട്ടായിരിക്കുന്നു. തൻ്റെ ഭർത്താവും 2 ആൺമക്കളും ചുട്ടെരിഞ്ഞ് കൊല്ലപ്പെട്ടു എന്ന ആ തീവ്ര വേദനയുടെ ഇടയിൽ പറയുവാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ പിടിച്ചു അലച്ചായിരുന്നു. അത് ആ 1999 ജനുവരി മാസം നടക്കുന്ന സംഭവമാണ്. അതിനുശേഷം പിന്നെ മേ ബി എനിക്ക് തോന്നുന്നൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തൊക്കെ കോളേജിലൊരു ഉപന്യാസ മത്സരം ഉണ്ടായിരുന്നു മാർവിനസ് കോളേജിൽ. അപ്പം ഭാരതത്തിൽ മതേതരത്വത്തിൻ്റെ പ്രസക്തി എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ആ ഉപന്യാസ മത്സരത്തിൻ്റെ ടോപ്പിക്ക്. അപ്പം ഞാൻ ആ ഉപന്യാസ മത്സരത്തിൽ അന്ന് ഞാൻ വളരെ ഹൈന്ദവൻ തന്നെ ആയിരുന്നു. എന്നാൽ ഞാൻ അപ്പോഴും ഈ ഒരു ഗ്ലാഡിസ് സ്റ്റെയിൻസിൻ്റെ ആ ഒരു നിലപാടിനെയൊക്കെ പ്രശംസിച്ചുകൊണ്ട് ആ ഉപന്യാസമൊക്കെ എഴുതുകയും അത് പിന്നീട് പിറ്റേ വർഷത്തെ കോളേജ് മാഗസീനിൽ ആ ഉപന്യാസ മത്സരത്തിൽ എന്തോ സെക്കൻഡായിട്ടോ മറ്റോ ഞാൻ വന്നു. അതിൻ്റെ ആ ലേഖനവും കൂടെ കോളേജ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ പിന്നീട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പം ഞാൻ ആ ഒരു ഹിന്ദുവായിരുന്ന എന്നെ ആ ഒരു ആ ഒരു ക്ഷമ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ പലപ്പോഴും ഞാനതിനെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. സ്തെഫാനോസ് മരിക്കുമ്പോൾ സ്തെഫാനോസ് എന്താ പ്രാർത്ഥിച്ചേ? ഈ പാപം അവരോട് കണക്കിടരുതേ എന്ന് പറയുമ്പോൾ, എന്ന് നിലവിളിക്കുമ്പോൾ ആരത് കേട്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു? ശൗല്, പിന്നീട് പൗലോസായി തീർന്ന ശൗല് അത് കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ ആ ക്ഷമ അതൊരു സുവിശേഷ അഗ്നിയാണ്. നമ്മൾ ചിലപ്പോൾ സുവിശേഷം ഇങ്ങനെ വലിയ കാര്യത്തെ പലരോടൊക്കെ ഒത്തിരിയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന നമ്മളുടെ പല ആക്ഷൻസിനെക്കാട്ടിൽ നമ്മുടെ റിയാക്ഷൻസാണ് സുവിശേഷം യഥാർത്ഥത്തിൽ
പരത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ സ്തെഫാനോസിൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ താൻ എല്ലാവരെയും ക്ഷമിക്കുന്നതായിട്ടുള്ള ആ ഒരു വാർത്ത ശൗലിൻ്റെ ഹൃദയത്തിലെ മനസാക്ഷിക്കുത്ത് വല്ലാതെ തുടങ്ങിക്കാണും. അതുകൊണ്ട് പിന്നീട് അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിൽ പൗലോസ് സാക്ഷ്യം പറയുമ്പം അവിടെ പറയുന്നുണ്ട്, മുള്ളിനെ എതിരെ ഉதைക്കുന്നത് നല്ലതല്ല എന്നുള്ള കാര്യം തൻ്റെ സാക്ഷ്യത്തിൽ പിന്നീട് പറയുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൻ്റെ മനസാക്ഷിയിൽ ഒരു മുള്ളിനെതിരായിട്ട് നമ്മൾ കാല് ചവിട്ടാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അത് വീണ്ടും മുറിയത്തേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ തൻ്റെ മനസാക്ഷിയിലുള്ള വലിയ ആ ഒരു വല്ലാത്തൊരു വേദനയും പൊളച്ചിലും ഒക്കെ അതിന് ശൗലിന് അത്ര നാൾ അങ്ങ് എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവന് പിന്നീട് കർത്താവിലേക്ക് വരുവാനുള്ള ഒരു മുഖാന്തരമായി തീരാൻ ശൗലിൻ്റെ സ്തെഫാനോസിൻ്റെ ആ ഒരു രക്തസാക്ഷിത്വത്തിലുള്ള കർത്താവിൻ്റെ ക്ഷമയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ബഹിർസ്ഫുരണം അത് കാരണമായി തീർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ 1999 ജനുവരിയിലുള്ള ഈ സംഭവം പിന്നെ ഞാൻ ഓഗസ്റ്റ് സെപ്റ്റംബറോടൊക്കെ ഈ ഒരു ലേഖനത്തിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയ കാര്യം പിന്നീട് അതിൻ്റെ ഡിസംബർ മാസം ആയപ്പോഴത്തേക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നത്. അതായത് 1999 ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 25 വർഷം കഴിഞ്ഞ 2024 ഡിസംബർ 19 ആയപ്പോഴത്തേക്കും ഞാൻ കർത്താവിലേക്ക് വന്നിട്ട് 25 വർഷമായി. അപ്പം ഈ 1999 ഡിസംബർ മാസം ഒരു 19-ാം തീയതി അന്നൊരു ഞായറാഴ്ച ദിവസം എൻ്റെ ജീവിതത്തിൽ തന്നെ പല സാഹചര്യങ്ങളും ദൈവം ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ സമാധാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ളൊരു സമാധാനം ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ വലിയ ആത്മീയമായിട്ടുള്ള വലിയ വിവേകാനന്ദൻ്റെ കാര്യങ്ങളോ കോട്ട്സും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പല ആശയങ്ങളും അതൊക്കെ ഉൾക്കൊള്ളിച്ച് മൈൻഡ് ദ ഡൊമൈൻ ഓഫ് പീസ് എന്നൊക്കെ പറഞ്ഞ് സമാധാനത്തെക്കുറിച്ച് ആ വർഷത്തെ കോളേജ് മാഗസീനിൽ ലേഖനമൊക്കെ പ്രസിദ്ധീകരിച്ച് വരുന്നു. അതിനെക്കുറിച്ചുള്ള വലിയ ആധ്യാത്മികമായിട്ടുള്ള കവിതകൾ എഴുതുന്നു, അതുപോലെയുള്ള ലേഖനങ്ങൾ എഴുതുന്നു. എന്നാൽ ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ആഴത്തിൻ്റെ ഉള്ളിലൊരു ശൂന്യതയാണ്, ഒരു ഭാരമാണ്, ഒരു സമാധാനം ഇല്ല എന്നുള്ളൊരു നഗ്നസത്യത്തിൻ്റെ തിരിച്ചറിവിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിസംബർ മാസം 19-ാം തീയതി ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നൊരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു ഒളിമ്പിയാഡ് എക്സാമിൻ്റെ ഒരു ദിവസമായിരുന്നു അന്ന്. കോളേജിൽ ഞായറാഴ്ച ആയിരുന്നെങ്കിൽ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോർഷൻസ് ഒന്നുകൂടെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിലൊരു സമാധാനമില്ല, വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു ഭാരം. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ആ ഒരു നിസ്സഹായതയിൽ എന്നെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം വരികയാണ്. ഞാൻ വലിയ വെളിച്ചം കാണുമോ അല്ലെങ്കിൽ ആ സമയത്ത് വലിയ സൂപ്പർ നാച്ചുറലായിട്ടുള്ള വേറെ പുറമേ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാൽ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഞാൻ പലപ്പോഴും നമ്മളുടെ ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയുണ്ട്, ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വീളയിൽ, ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വേളയിൽ, അരുമയോടൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാ, അരുമയോടൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാ, എൻ്റെ യേശു നായകൻ, എനിക്കു നല്ല സ്നേഹിതൻ. അപ്പോൾ എൻ്റെ യേശു നായകൻ, എനിക്ക് നല്ല സ്നേഹിതനായിട്ടുള്ള കർത്താവ് എൻ്റെ അടുക്കിലേക്ക് വരുന്നൊരു സമയമായിരുന്നു. ആരും സഹായമായില്ലാതെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഹൃദയത്തിൻ്റെ ഒരു ശൂന്യതയുടെ നടുവിൽ പെട്ടെന്ന് എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചൊരു ഉള്ളാലൊരു ബോധ്യവും, പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കണമെന്നൊരു ഉള്ളാലൊരു പ്രേരണ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പാകെ ഞാൻ ഒന്നുമല്ലെന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യമായിട്ടുണ്ടായി. അതുവരെ എൻ്റെ വിചാരം ഞാൻ വലിയ ആത്മീയനായിട്ടുള്ള വലിയ ആധ്യാത്മികമായ ചിന്തകളോ വലിയ തത്വചിന്തകളൊക്കെ പറയുന്ന വലിയ ആളാണ് എന്നുള്ളൊരു വലിയൊരു നമ്മൾ വളരെ പുറമേ ഇങ്ങനെ വിനയമോ ഇതൊക്കെ ആണെങ്കിൽ പോലും പക്ഷെ ഉള്ളിൽ അങ്ങനെ ഒരു അഹംഭാവമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ഞാനൊരു നീച പാപിയാണെന്നുള്ളൊരു ഉള്ളാലൊരു ബോധ്യത്തോടെ പെട്ടെന്ന് എനിക്ക് ബൈബിൾ തുറക്കാനുള്ള ഒരു ബോധ്യം. അവിടെ ആ ബൈബിൾ മേശപ്പുറത്ത് സരസ്വതി ദേവിയുടെ ഫോട്ടോ ഉണ്ട്, എൻ്റെ കഴുത്തിൽ സ്വർണ്ണമാല ഗണ്ടയൊക്കെ ജപിച്ച് കിട്ടി സ്വർണ്ണമാല കിടക്കുക, ഭഗവത്ഗീതയും
അമൃതാനന്ദമയുടെ മാതൃവാണി എന്നുള്ള ഒരു പ്രസിദ്ധീകരണം, വിവേകാനന്ദൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെ ഹൈന്ദവമായിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് സഹസ്രനാമങ്ങളും എല്ലാം ഇരിപ്പുണ്ട്, ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും എല്ലാം ഇരിപ്പുണ്ട്. എന്നാൽ എനിക്ക് പെട്ടെന്ന് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കണമെന്നൊരു ഉള്ളിലൊരു പ്രേരണ തോന്നി. ബൈബിൾ എടുത്ത് തുറന്ന് എൻ്റെ മറിച്ച് എൻ്റെ കണ്ണുകളിൽ ഉടക്കുന്നത് യെഹെസ്കേൽ 36 അധ്യായത്തിൻ്റെ 25, 26, 27 വാക്യങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നേ, ഞാൻ നിങ്ങളുടെ സകല യെഹെസ്കേൽ 36 അധ്യായത്തിൻ്റെ 25, 26, 27 വാക്യങ്ങൾ. ദെൻ ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ ഓൺ യു. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെ തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഈ 3 വാക്യങ്ങൾ ഞാൻ വായിക്കുകയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരവും ശൂന്യതയൊക്കെ മാറിപ്പോയെന്ന് മാത്രമല്ല, വലിയൊരു സ്വർഗീയമായിട്ടുള്ള വലിയൊരു സന്തോഷം, വലിയൊരു സ്വർഗീയമായിട്ടുള്ളൊരു സമാധാനവും വലിയ സ്വർഗീയമായിട്ടുള്ളൊരു സ്നേഹം, ഞാൻ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സ്വർഗത്തിൻ്റെ സ്നേഹ ഹൃദയത്തിലൊരു വലിയൊരു നദി പോലെ വെള്ളച്ചാട്ടം മാതിരി വന്നങ്ങ് നിറയുന്നൊരു അനുഭവം. ഇന്ന് ഞാൻ 25 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അളവൊക്കെ ഒരുപാട് മടങ്ങ് വർദ്ധിച്ചു വരുവാൻ ദൈവം ഇടയൊക്കെ. അത് ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവിനോടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ, നിത്യമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ഏടിലുള്ളൊരു തുടക്കമായിരുന്നു അത്. അതിനുശേഷം പിന്നെ ആ പരീക്ഷയൊക്കെ കർത്താവിൻ്റെ കൂടെ പോയിരുന്നു എഴുതുന്നതും, പിന്നീട് 1 മാസം കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് വരുമ്പോഴൊക്കെ അത് കോളേജ് ഫസ്റ്റൊക്കെ ആയിരുന്നു ആ പരീക്ഷയ്ക്ക്. എന്നാൽ ഈ ഒരു അനുഭവത്തോടു കൂടി തന്നെ, അതായത് ഈ രക്ഷയുടെ ഒരു അനുഭവത്തോടു കൂടി തന്നെ വചനത്തിന് വേണ്ടിയുള്ള വല്ലാത്തൊരു ആക്രാന്തം അങ്ങ് ഹൃദയത്തിലായി. എനിക്ക് വചനം വായിക്കണം, ക്രിസ്ത്യൻ സോങ്സ് കേൾക്കണം, അങ്ങനെ ആരും അപ്പം ബാക്കി വേറെ ഒന്നും ചെയ്യരുതെന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ എനിക്ക് തന്നെ ബാക്കി പിന്നെ അമ്പലത്തിൽ പോകാൻ തോന്നുന്നില്ല. ഞാൻ തന്നെ ഈ ഗണ്ടയും കാര്യങ്ങളൊക്കെ അങ്ങ് അഴിച്ചു മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒത്തിരി വിശദമായിട്ട് പറയാൻ സമയമില്ല. എൻ്റെ ടെസ്റ്റിമണി നിങ്ങൾ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ടെസ്റ്റിമണി എന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ടെസ്റ്റിമണി 2-3 ഇടത്തൊക്കെ പറഞ്ഞിട്ടുള്ള, സൂമിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റിമണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതിനുള്ള സമയക്കുറവും ഉണ്ടല്ലോ. ബാക്കിയും ഇവിടെ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ മക്കളെ ഇനിയും വചനം ശുശ്രൂഷിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അതിനുശേഷം പിന്നീട് വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പം പിന്നെ അതൊരു വേറൊരു ഫേസ് ഓഫ് ലൈഫായിരുന്നു. ഭയങ്കര എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ അച്ഛനമ്മമാരൊക്കെ ഇപ്പോൾ ഒത്തിരി എതിർപ്പും കാര്യങ്ങളെല്ലാം മാറി. ഇപ്പോൾ നമ്മുടെ മീറ്റിങ്സിനൊക്കെ ഓൺലൈനായിട്ടും വീട്ടിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഓഫ്ലൈനായിട്ടൊക്കെ അച്ഛനും അമ്മയൊക്കെ വന്ന് സമ്മതിക്കുന്ന ആ സമയത്ത് അവർക്ക് അതങ്ങ് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇത് കുടുംബത്തിന് മാനക്കേടാണ്, അപമാനമാണ്, നീ ഇങ്ങനെ പോയാൽ നിൻ്റെ പെങ്ങന്മാർക്ക് ഇങ്ങനെ ആര് പെണ്ണ് കിട്ടാൻ വരും. എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പോൾ അന്ന് അവരുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര അവർ കുടുംബത്തിന് നാണക്കേടാവും. അവർ ആദ്യം ഞാനിത് ശരിക്കും പറഞ്ഞാൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഇത് അനുഭവം ഉണ്ടാവുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ അതിൻ്റെ ഒരു 5-6 മാസം മുമ്പ് ഒരു സുവിശേഷ പ്രതി, തമ്പിയുടെ ഹൃദയം എന്നുള്ളൊരു സുവിശേഷ പ്രതിയും പിന്നെ യഥാർത്ഥ സത്യം എന്ന് പറയുന്ന സാക്പൂനം ബ്രദറിൻ്റെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റും ഒക്കെ എനിക്ക് സീനിയറായിട്ട് കോളേജിൽ സീനിയറായിട്ടുള്ളൊരു ചേട്ടൻ വായിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് വായിച്ച്, ഈ സംഭവം നടക്കുന്നതിന് ഒരു 5-6 മാസം മുമ്പ് ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. എന്നാൽ എനിക്കിതിൻ്റെ ഒന്നും അത്ര ആവശ്യമില്ല, ഞാൻ എൻ്റെ ഇതിൽ തന്നെ വലിയ സംതൃപ്തനാണെന്നുള്ളൊരു ഭാവമായിരുന്നു. എന്നാൽ ഈ അനുഭവത്തിന് ശേഷം ഞാൻ തന്നെ ഈ ബുക്ക് തന്ന സൈജു എന്ന് പറഞ്ഞ ചേട്ടനോട് ചെന്ന് ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇതുപോലുള്ള വേറെയും പുസ്തകങ്ങളുണ്ടെങ്കിൽ തരാമെന്നൊക്കെ എൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടെങ്കിൽ. അപ്പം പുള്ളിക്ക് അത്ഭുതമായോ, എന്ത് പറ്റി പയ്യന് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് താല്പര്യമായിട്ട് വരുന്നത്. അപ്പം പുള്ളി ഗുഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഇളകാത്ത അടിസ്ഥാനം എന്ന് പറയുന്ന സാക്പൂനം ബ്രദറിൻ്റെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ്, പിന്നെ ഒരു ഓസ്വാൾ സാൻഡേഴ്സിൻ്റെ ഒരു വേ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം, അതൊക്കെ വായിക്കുമ്പോഴാണ് എന്നിൽ ഈ രക്ഷയുടെ അനുഭവമാണ് നടന്നെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുകയും പിന്നീട് അവിടെയുള്ള ഒരു ചർച്ചിലേക്ക് ദൈവം, അവിടെയുള്ള CFC ചർച്ചിലോട്ട് ട്രിവാൻഡ്രത്ത് അവിടെ ദൈവം ഗൈഡ് ചെയ്യുകയും അവിടെ സ്നാനപ്പെടുകയും അതിനുശേഷം അങ്ങനെ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ, കർത്താവായിട്ടുള്ള കൂട്ടായ്മയിൽ, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ അങ്ങനെ വളർന്നു പോവുകയാണ്. അപ്പോഴത്തേക്കും മെയ് മാസമൊക്കെ ആയപ്പോഴത്തേക്കും സെക്കൻഡ് ഡിഗ്രിയും കഴിഞ്ഞ് എൻട്രൻസ് എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് മെയ് മാസം അവസാനം ജൂണോടെ 2000 ജൂണിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം 2025 നമ്മൾ 2025 ഏപ്രിലാണ് നമ്മളുള്ളത്. എന്നാൽ 2000 ജൂണോടെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന് എൻ്റെ കോൺടാക്ട്സൊക്കെ വെച്ച് ഞാൻ 1-2 ചർച്ചസിൽ ആദ്യത്തെ 2 ആഴ്ചകൾ പോയി. അപ്പോഴത്തേക്കും
വീട്ടുകാർക്ക് മനസ്സിലായി ഇത് പന്തിയല്ല. അപ്പോൾ അവർ എന്ത് ചെയ്തു, അവരെൻ്റെ ബൈബിളും ഇതുപോലുള്ള ക്രിസ്ത്യൻ ബുക്സ് എല്ലാം കൂടെ എടുത്ത് മാറ്റി വെച്ചു. അച്ഛനാണെങ്കിൽ അതെല്ലാം അന്നത്തെ ദേഷ്യത്തിൽ അതെല്ലാം കൂടെ കത്തിച്ച് കളഞ്ഞു. പക്ഷെ അച്ഛന് ബൈബിൾ കത്തിക്കാൻ തോന്നിയില്ല. അപ്പം ബൈബിൾ അച്ഛൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടിന് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പിന്നീട് അറിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ഇപ്പം അച്ഛനെ കളിയാക്കുന്നത് പറഞ്ഞാൽ അച്ഛൻ അന്നേ ബൈബിൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ തുടങ്ങിയല്ലോ എന്നാണ് ഞാൻ ഇപ്പം പറയാറുള്ളത്. പക്ഷേ ഇപ്പം എന്നാൽ ഇപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ചൊരു കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അന്നത്തെ ദേഷ്യത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എവിടെയും കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ എൻട്രൻസിൻ്റെ റിസൾട്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വീട്ടുതടങ്കൽ മാതിരിയുള്ള ഒരു അനുഭവമായിരുന്നു. ഒരു 6 മാസത്തോളം എന്നുവെച്ചാൽ ആ വർഷം 2000 ഡിസംബറിലാണ് എൻട്രൻസിൻ്റെ റിസൾട്ട്സൊക്കെ വന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഗവൺമെൻറ് സീറ്റിൽ MBBS അഡ്മിഷനായി. അപ്പോൾ അതുവരെയുള്ള സമയത്ത് വീട്ടിൽ ഈ മത്സ്യത്തെ എടുത്ത് കരയിലിട്ട് എങ്ങനെ ഇരിക്കും, എന്ന് പിടയ്ക്കെന്ന് പറയുന്നത് പോലെ എനിക്ക് വചനം ബൈബിൾ ഇല്ലാതെ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ബൈബിൾ കിട്ടാൻ വേണ്ടിയൊക്കെ ഞാൻ ആ സമയത്ത് ബൈബിൾ സംഘടിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇതെല്ലാം കൂടെ പറയാൻ നിന്നാൽ കുറേ സമയം എടുക്കും. പിന്നെ അന്നൊക്കെ ലാൻഡ് ലൈനേ ഉള്ളൂ, മൊബൈൽ ഫോണൊന്നും ഇല്ല. അപ്പം വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് അമ്മ അന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ അന്ന് ജോലി ചെയ്യുവാണ്. അച്ഛൻ അങ്ങ് ഇൻ്റലിജൻസ് ബ്യൂറോയില്ല, അച്ഛൻ ട്രിവാൻഡ്രത്തായിരുന്നു ജോലി. അപ്പം വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ സീക്രട്ടായിട്ട് ലാൻഡ് ലൈനിൽ നമ്മുടെ ചർച്ചിലുള്ള സഹോദരങ്ങളെയൊക്കെ വിളിച്ച് അവർ പറയുന്ന വചനങ്ങളൊക്കെയാണ് എനിക്ക് വലിയ ഉത്സാഹവും കാര്യങ്ങളുമൊക്കെ. ആ സമയത്ത് വീട്ടിൽ പല ദിവസങ്ങളും അങ്ങ് ഭയങ്കര നമ്മളെ അങ്ങ് ഒത്തിരി അങ്ങ് വഴക്ക് പറച്ചിലും വിളക്ക് കത്തിക്കാത്തതിനും ബാക്കി വിഗ്രഹങ്ങൾക്ക് മുമ്പായിട്ട് മുട്ടുമടക്കാത്തതിനും ഒക്കെ ഒത്തിരി അവരുടെ ദേഷ്യത്തിൽ സ്നേഹം കൊണ്ടുള്ള ദേഷ്യത്തിൽ അവർ അടിക്കുകയും ഒത്തിരി പള്ളു പറയുകയും നിന്നെക്കൊണ്ട് നീ കുടുംബത്തിന് നാണക്കേട് അങ്ങനെ ഒത്തിരി ശാപവാക്കുകൾ പറയും. എന്നാൽ അതെല്ലാം ഇന്ന് അവർ റിഗ്രറ്റ് ചെയ്യുന്നുള്ളത് വേറെ കാര്യം. അവരുടെ ഒരു സ്നേഹത്തിൽ അതെല്ലാം ചെയ്ത് അതിനുശേഷം പിന്നെ ആ ഒരു പരിയാരത്ത് അഡ്മിഷനായി. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ ദൈവം സഹായിച്ച ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ബിലീവേഴ്സായിട്ടുള്ള എൻ്റെ സീനിയേഴ്സായിട്ടുള്ള സഹോദരങ്ങൾ എന്നെ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ആദ്യം പറയുന്നത് എനിക്കൊരു ബൈബിൾ വേണം എന്ന് പറയുന്നൊരു, ഈ ചൈനയിലും റഷ്യയിലും ഒക്കെ ഈ അതുപോലെ ബൈബിളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വിശ്വാസികൾ ബൈബിളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര കാര്യത്തിൽ എടുത്ത് മുത്തം ചെയ്യുന്നതൊക്കെ വീഡിയോ ഒക്കെ ചിലപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അതുപോലത്തുള്ള അനുഭവമായിരുന്നു. ഞാൻ ചൈനയിലും റഷ്യയിലൊന്നും അല്ലായിരുന്നു, ഇവിടെ ഈ കേരളത്തിൽ തന്നെ ആയിരുന്നു. എന്നാൽ ബൈബിള് കിട്ടാതെ ആ ഒരു അവസ്ഥയിൽ ആ ഒരു സൗരങ്ങൾ ബൈബിൾ കൊണ്ട് തരുന്നതും ആ ഒരു വചനത്തെ അത്രയധികം വിലമതിക്കാനൊക്കെ ദൈവം പഠിപ്പിക്കുന്നതും. ഇന്ന് നമുക്ക് വചനം സുലഭമായിട്ടൊക്കെ ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മുറ്റത്ത് മുല്ലേക്ക് മണം ഇല്ലെന്ന് പറയുന്നത് പോലെ നമുക്ക് വചനത്തെ ധ്യാനിക്കാനോ കേൾക്കാനോ ഒക്കെ നമുക്കിന്ന് മടുപ്പും നമുക്ക് സമയമില്ല, നമുക്ക് വേറെ പല പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ. എന്നാൽ ആ സമയത്ത് വചനത്തെ വിലമതിക്കാനും ഒക്കെ ദൈവം സഹായിക്കുകയും പിന്നെ ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ചുരുക്കുവാണെങ്കിൽ MBBS പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സിൽ ഒന്നായിരുന്നു സൈക്യാട്രി. ഇന്ന് ഞാൻ സൈക്യാട്രിസ്റ്റാണ്, അത് വേറെ കാര്യം. അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫീൽഡായിരുന്നു സൈക്യാട്രി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സൈക്യാട്രി എന്ന് പറയുമ്പോൾ മാനസിക രോഗ വിഭാഗം. അപ്പം പല സൈക്യാട്രിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഫെയ്ത്തിനെയൊക്കെ വളരെ പുച്ഛിക്കുന്ന ആൾക്കാരായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, വിശ്വാസത്തെ. അപ്പം വിശ്വാസത്തെയൊക്കെ പുച്ഛിക്കുന്ന എന്തോ ഒരു അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിട്ട് ആ ഒരു സൈക്യാട്രി എന്നുള്ള വിഭാഗത്തോട് എനിക്ക് അങ്ങനൊരു മനോഭാവമായിരുന്നു. എന്നാൽ 2009 ഏപ്രിൽ മാസം 17, 18, 19 2.5 ദിവസത്തെ ഒരു ലൈഫ് റിവിഷൻ സെമിനാർ, ഒരു ക്രിസ്ത്യൻ സെമിനാറിന് കോട്ടയത്ത് മാങ്ങാനത്ത് അവിടുത്തെ സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ അവിടെ ഒരു ഒട്ടൻചത്രം, തമിഴ്നാട്ടിലെ ഒട്ടൻചത്രത്തുള്ള ഒരു സീനിയർ മോസ്റ്റ് ഫിസിഷ്യനായിട്ടുള്ള ഒരു ഡോക്ടർ കുരുവിളവർക്കി എന്ന് പറഞ്ഞൊരു സാറ് വന്നുള്ളൊരു ക്രിസ്ത്യൻ ലൈഫ് റിവിഷൻ സെമിനാറായിരുന്നു അവിടെ കോട്ടയത്ത് നടന്നിരുന്നത്. അപ്പോൾ ആ സെമിനാറൊക്കെ കഴിഞ്ഞിട്ട് സാറിനൊക്കെ ചോദിച്ചു, സന്ദീപ് വോട്ട് യു വോണ്ട് സ്പെഷ്യലൈസ് ചെയ്യാൻ, എന്താണ് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യം? അപ്പോൾ ഞാൻ പറയും മെഡിസിനോ പീഡിയാട്രിക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും സാറേ. അപ്പം അതാ എനിക്ക് താല്പര്യം. അപ്പോൾ സാർ പറഞ്ഞ് എന്തുകൊണ്ട് വൈ നോട്ട് സൈക്യാട്രി, ക്രിസ്ത്യൻ കൗൺസിലിങ്ങിനൊക്കെ ഒത്തിരി നീഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിത് പറയുമ്പോൾ തന്നെ സൈക്യാട്രി എന്നുള്ള വാക്ക് കേൾക്കുന്നത് തന്നെ എനിക്കൊരു ഉള്ളിലൊരു അവജ്ഞ, ഈ നോസിയേറ്റിംഗ് ഫീലിംഗ് മാതിരി, ഒരു മനമറുപ്പ് മാതിരിയാണ്. അപ്പോൾ ഞാൻ സാറിനുള്ള ബഹുമാനം കൊണ്ട് പറഞ്ഞു, സാറേ അത് എനിക്ക് അത്ര എക്സ്പോഷർ കാര്യങ്ങളൊന്നും ഇല്ല ആ ഫീൽഡിൽ. അപ്പം സാർ പറഞ്ഞു തരാം, അവിടെ വേണമെങ്കിൽ ഒട്ടൻചത്രത്തൊന്ന് വർക്ക് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ സാറേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തടി തപ്പി അങ്ങ് പോകുന്നു. എന്നാൽ ആ ദിവസം ഞാൻ
തിരിച്ചിങ്ങോട്ട് ട്രെയിനിലോട്ട് വരുമ്പം ആ സമയത്ത് ഇവിടെ ഹോസ്പിറ്റൽസിലൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന സമയം. അപ്പോൾ ഇവിടെ ചവറ അരവിന്ദ് ഹോസ്പിറ്റലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഡ്യൂട്ടി എടുക്കാനായിട്ട് ഇന്ന് നൈറ്റ് കാഷ്വാലിറ്റി എടുക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ എന്ന് അങ്ങോട്ട് വരണം. ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ ഡ്യൂട്ടി കാഷ്വാലിറ്റി ഡ്യൂട്ടിയൊക്കെ ആ സമയത്ത് എടുക്കുമായിരുന്നു. ഇവിടെ എമ്മിലും ഇതുപോലെ നമ്മുടെ ഇവിടെയുള്ള പല ഹോസ്പിറ്റൽസും ഒക്കെ അങ്ങനെ അന്ന് കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമായിരുന്നു. സ്പെഷ്യലൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള സമയമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ടയേർഡാണ്. പക്ഷേ എങ്കിലും വേറെ ആരുമില്ല, ഡോക്ടറെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന് അന്ന് നൈറ്റ് ഹെവി കാഷ്വാലിറ്റി ഒക്കെ കഴിഞ്ഞ് ഞാനൊരു രാത്രി ഒരു 1:15 മണിക്ക് ഒന്ന് ഫ്രീ ആയിട്ട് അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂമിലിരിക്കുന്നത്. ഡ്യൂട്ടി ഡോക്ടേഴ്സിന് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നത്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി സമയം കിട്ടുമ്പോഴും ഈ റിട്രീറ്റൊക്കെ കഴിഞ്ഞ് വലിയ ഹൃദയത്തിൽ വലിയ സന്തോഷത്തോടെ ആ ഒരു ആത്മീയമായിട്ട് വലിയ ഉണർവോടെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കർത്താവിൻ്റെ മുമ്പാകെ ഒന്ന് സ്വസ്ഥമായിട്ട് കർത്താവിനെ ഒന്ന് ആരാധിക്കാനായിട്ട് അവിടെ കട്ടൽമേ കാലൊക്കെ വെച്ച് കസേരയിലിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു ദർശനം ദൈവം തന്നു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദർശനത്തിന്, ഇന്ന് പലരും ദർശനത്തിൻ്റെ പല സാക്ഷിയൊക്കെ പറയുമ്പം ഞാനും വളരെ സ്കെപ്റ്റിക്കലാണ്. പലരുമൊക്കെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പൊടുപ്പും തൊങ്ങലുമൊക്കെ കലർത്തി പറയുന്ന ഒത്തിരി അതിശയോക്തിയുടെ കാര്യങ്ങളൊക്കെ ഇന്നും ക്രിസ്തീയ ലോകത്ത് അതുപോലുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു 3-4 അനുഭവങ്ങളെ അങ്ങനെ ദർശനത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് എന്നെ ഈ സൈക്യാട്രിയിലൂടെ ലീഡ് ചെയ്യാൻ വേണ്ടി ദൈവം തന്നൊരു ദർശനം, അതും കൂടെ പറഞ്ഞ് ഞാൻ പിന്നെ മാരേജിൻ്റെ കാര്യമൊക്കെ പറയാൻ തുടങ്ങുവാണെങ്കിൽ എൻ്റെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും വിശദമായിട്ട് പറയാൻ പോകുന്നില്ല. അത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ദർശനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂമിൽ വൈറ്റ് വാഷ്ഡ് വാളാം എന്നാൽ ഞാൻ പെട്ടെന്ന് കുറേ ആൾക്കാരെ അവിടെ കാണുക. കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒത്തിരി പാവം പിടിച്ച ആൾക്കാർ, ദയനീയമായിട്ടുള്ളൊരു രോദനം, ദീനരോദനം മാതിരി ആൾക്കാർ കരയുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവരെ എന്നിലൂടെ കർത്താവിനെ സ്പർശിക്കാനുണ്ടെന്നുള്ളൊരു ഉള്ളാലൊരു ബോധ്യവും പെട്ടെന്ന് ഈ സൈക്യാട്രി എന്നുള്ളൊരു ഫീൽഡ് പെട്ടെന്ന് ഒരു സജീവമായിട്ട് വരുന്ന ഒരു അനുഭവം എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞ് ആ ദിവസം ഉച്ച കഴിഞ്ഞ് 1:15 മണിക്കാണ് ഞാൻ കുരുളുവർക്ക് സാറിനോട് സംസാരിക്കുന്നതെങ്കിൽ രാത്രിയിൽ 1:15 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സൈക്യാട്രി എന്നുള്ള ഫീൽഡിനെ കുറിച്ച് വലിയൊരു ഉള്ളിലൊരു താല്പര്യവും ഉത്സാഹവും കാര്യങ്ങളും ഒക്കെ വരുന്നു. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇതാണ് അങ്ങ് എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഫീൽഡ് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി തരണം, ഒരു കുറച്ചുകൂടെ ഒരു വ്യക്തത തരണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബൈബിൾ എടുത്ത് തുറന്ന് നോക്കാൻ തോന്നി. ബൈബിൾ എടുത്ത് തുറന്ന് നോക്കി ഞാൻ ഏതെങ്കിലും ഒരു പോർഷനിലോട്ട് പോകാമെന്നാണ് വിചാരിച്ച ദൈവം ലീഡ് ചെയ്യുന്നതനുസരിച്ച്. പക്ഷേ തുറന്ന് നോക്കുന്നത് യെശയ്യാവ് 50-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ഞാൻ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ബൈബിൾ തുടങ്ങുന്ന ആ പേജ്. അപ്പോൾ 2-ാമത്തെ വാക്യം, ഞാൻ വിളിച്ചിട്ട് ആരും വരാത്തത് എന്തെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിളിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു വചനമൊക്കെ കഴിഞ്ഞിട്ട് 4-ാമത്തെ വാക്യം, ക്ഷീണിച്ചിരിക്കുന്നവരെ തളർന്നിരിക്കുന്നവരെ ഒരു വാക്കുകൊണ്ട് താങ്ങേണ്ടതിനെ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നാണ് അവിടെ യെശയ്യാവ് 50:4. അപ്പോൾ ഇന്നും ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ബൈബിളിലേക്കും വെച്ച് സൈക്കോതെറാപ്പി കൗൺസിലിങ്ങിനെ കുറിച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേഴ്സ് ഈ ഒരു വാക്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. യെശയ്യാവ് 50:4, തളർന്നിരിക്കുന്നവനെ ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടതിന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എനിക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഇവിടെ തരുന്നത്. ഞാനങ്ങ് ഷോക്കായിപ്പോയി, ഇത് കർത്താവ് എന്നെ വിളിക്കുന്നൊരു കാര്യം. എന്നാൽ എന്നിട്ട് പിന്നെ ആ അധ്യായത്തിൻ്റെ പല കാര്യങ്ങളും, ആ അധ്യായം മുഴുവനും എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഫുൾഫിൽഡായ കാര്യങ്ങളൊക്കെ, യെശയ്യാവ് 50-ാം അധ്യായം ഫുൾഫിൽഡായ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബ്ലോഗ് പേജിലൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ആ സാക്ഷ്യത്തിലൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ബ്ലോഗ് പേജ് sandeeppsychiatry.blogspot.com സെർച്ച് ചെയ്താൽ അതിനകത്ത് ഹൗ ദ ലോർഡ് ലെഡ് മീ ടു സ്പെഷ്യലൈസ് ഇൻ സൈക്യാട്രി എന്നൊക്കെ ഞാൻ അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദമായിട്ട് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ CMC വെല്ലൂരാ ചെന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. CMC വെല്ലൂർ ഗുരുവർക്ക് സ്ഥാനത്ത് തന്നെ വിളിച്ച് അവിടെ ആ സമയത്തൊരു non-PG വേക്കൻസി പോലും ഇല്ലായിരുന്നു. എന്ന് ദൈവം എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു വേക്കൻസിയൊക്കെ സൃഷ്ടിച്ചു. ആ സമയത്ത് ഒരു സാറ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്ന ഒരു സാറോ മറ്റോ പെട്ടെന്ന് ഓസ്ട്രേലിയക്ക് സബാറ്റിക്കൽ ലീവിന് പോയി. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വേക്കൻസി വന്നു. ദൈവം എനിക്കായിട്ട് അവിടെ ഒരു വാതിൽ പെട്ടെന്ന് തുറന്നു. കഴിഞ്ഞിട്ട് non-PG ആയിട്ട് ചെന്ന് വർക്ക് ചെയ്ത് എൻട്രൻസ് ഒക്കെ എഴുതി അവിടെ പിന്നെ DPM-ഉം MD സൈക്യാട്രി ഒക്കെ എടുത്ത് 3 വർഷം അവിടെ വെല്ലൂരിനോട് ചേർന്ന് തമിഴ്നാട് വെല്ലൂരുള്ള CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ അത് സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞ് 3 വർഷം അതിനോട് ചേർന്ന് ഒരു മിഷൻ ഹോസ്പിറ്റലിലെ കരിഗിരിയിൽ 3 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ട് 2018 മെയ് മാസം അവസാനമാണ് ഞാൻ തിരിച്ച് കരുനാഗപ്പള്ളിക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിനിടയിൽ എൻ്റെ കൂടെ എൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള എൻ്റെ ശ്രീകലയും കുഞ്ഞുങ്ങളും, ഞാൻ 2013 MD ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ശ്രീകലയുടെ പ്രപ്പോസൽ, ശ്രീകല ഇതുപോലെ ഹിന്ദു കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ആളാണ്. ശ്രീകലയും ഡോക്ടർ പുഷ്പഗിരിയിൽ MBBS പഠിക്കുന്ന സമയത്ത് ശ്രീകല വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പം ശ്രീകല എന്നെ അറിയാവുന്ന ഒരു മാഡമാണ് ഞങ്ങൾ പ്രപ്പോസൽ കൊണ്ടുവരുന്നത്.
അപ്പോൾ അതിനും പിന്നെ ശ്രീകലയുടെ സാക്ഷ്യത്തിന് പിന്നെ അതും പിന്നെ വലിയൊരു സാക്ഷ്യമാണെന്ന് പറഞ്ഞാൽ ശ്രീകലയുടെ വീട്ടിൽ ഭയങ്കര എതിർപ്പ്. ശ്രീകല ഇതുപോലെ ഞാൻ പോയതിനെക്കാട്ടി വലിയൊരു വീട്ടു തടങ്കലിലൊക്കെ ഒരു വർഷം 1 മാസം 13 മാസങ്ങൾ വീട്ടു തടങ്കലിലൊക്കെ ആയിരുന്നു. ശ്രീകലയുടെ വീടങ്ങ് ഉളവക്കാട്, നൂറനാടിന് പന്തളത്തിനടുത്ത് ഉളവക്കാട്. അപ്പം അവരും ഇതുപോലെ എങ്ങനെയെങ്കിലും വിശ്വാസം മാറ്റാൻ വേണ്ടി അവർ വീട്ടു തടങ്കലിലാക്കി. അവർ ജാതകപ്രകാരം അതും കൂടെ ഞാൻ പറയാം. അതായത് ഇവർ ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരൻസ് മനസ്സിലായി ഇവർ ഇങ്ങനെ ചർച്ച മുഖാന്തരമായിട്ട് മാരേജിന് പ്രൊസീഡ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഇവർ ജാതകമൊക്കെ കൈമാറിയിട്ട് ജാതകത്തിൻ്റെ കാര്യങ്ങളോ ഡേറ്റ് അതൊക്കെ പറഞ്ഞിട്ട് അവർ ജോത്സ്യനെയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, എന്താ ഈ സ്ത്രീകൾക്ക് രജ്ജുദോഷമുണ്ട്, വേദദോഷമുണ്ട്, ചൊവ്വാദോഷമുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചാൽ 1 വർഷത്തിനുള്ളിൽ ഒരാൾ തട്ടിപ്പോവും എന്ന് പറഞ്ഞാൽ 2 ഒന്നാവും എന്ന് പറഞ്ഞു. എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കല്യാണം കഴിച്ച് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ 4 ദിവസം മുമ്പാണ് ഞങ്ങൾ 2-4 ആയത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളായിട്ട് അർപ്പിതയും ജ്യോത്സ്നയും അവരവിടെ ഇരിപ്പുണ്ട്. അവർ ഇരട്ട കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. അപ്പോൾ 2-4 ആയി, പിന്നെ ഇപ്പോൾ 2-5 ആയി. ഇപ്പം ഇളയൊരു കുഞ്ഞുമോള് പ്രാർത്ഥനയും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ തക്കവണ്ണം കർത്താവ് അങ്ങനെ പല കാര്യങ്ങളിലും ഇടയാക്കി. അവിടെ വീട്ടിൽ തന്നെയാണ് എൻ്റെ ക്ലിനിക്ക്. ഇവിടെ പേൾ ഹോസ്പിറ്റലിലാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇന്നും പലയിടങ്ങളിലേക്ക് കർത്താവിൻ്റെ ദൂതുമായിട്ട് പോകാനും കർത്താവിനെക്കുറിച്ച് സാക്ഷിക്കാനും ഒക്കെ കർത്താവ് ഉപയോഗിക്കുന്ന ഞാൻ ശുശ്രൂഷയായിട്ട് ബന്ധത്തിൽ സഭയുടെ ഉത്തരവാദിത്വമൊക്കെ വഹിച്ചുകൊണ്ട് അവിടെ കായംകുളത്തുള്ളൊരു ചേർച്ചിൻ്റെ എൽഡറായിട്ടൊക്കെ ശുശ്രൂഷിച്ച് വരുന്നു. ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലും ഈവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എൻ്റെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തെങ്കിലും കാര്യങ്ങളോ കൂടുതൽ അതിൻ്റെ സാക്ഷ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെ ഞാൻ വചനം സംസാരിക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലുണ്ട്. CFC കായംകുളം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ചർച്ചിൽ സംസാരിക്കുന്ന വചനത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. എന്തായാലും ഇങ്ങനൊരു അവസരത്തിൽ നിങ്ങളോടൊപ്പം എൻ്റെ ജീവിതകഥ അല്പമായിട്ട് പങ്കുവെക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.